ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിൻ്റെ പേര് കണ്ണാശ്രീ വേൾഡ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ പച്ചമുളക് ചെടികളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം 1 രൂപ പോലും ചിലവില്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളകെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. 1 രൂപയ്ക്ക് പോലും നമുക്ക് പുറത്തു നിന്ന് പച്ചമുളക് വാങ്ങേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ 1.5 വർഷം പ്രായമായ പച്ചമുളക് ചെടിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇത് എന്നെക്കാട്ടി പൊക്കമുണ്ട് ഇതിന്. അപ്പോൾ ഇതിൽ നിറച്ചും കാണുന്നതെല്ലാം വെളുത്ത കാന്താരിയാണ് കേട്ടോ. ഇത് നല്ല വെളുത്ത കാന്താരിയാണ്. ഇത് ഒരുപാട് നമ്മൾ വീട്ടാവശ്യത്തിലേക്ക് പറിച്ചിട്ടുണ്ട്. ഒരുപാട് കിട്ടുമ്പോൾ അത് അച്ചാറിടാറുണ്ട്, കാന്താരി അച്ചാർ. അപ്പം ഈ നിൽക്കുന്ന മുഴുവൻ ഇതിൽ നിറച്ചും കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഒരു വളം പോലും നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്നില്ല. എല്ലാം നമ്മുടെ വീട്ടിലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, കരിയില കമ്പോസ്റ്റ്, പിന്നെ പച്ചക്കറി വേസ്റ്റ്, അതൊക്കെയാണ് നമ്മളിതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട പ്രതിവിധിയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈയും കൂടെ ഉണ്ട് കേട്ടോ. 1.5 വർഷം പ്രായമായതാണ്. അതാ ഇത്ര പൊക്കത്തിൽ നിൽക്കുന്നത് കണ്ട്, നല്ല നീളമുണ്ട്. അതിലെല്ലാം നിറച്ചും കാന്താരി പിടിക്കുന്നുമുണ്ട്. അപ്പം ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വേറെയും കാന്താരിയും പച്ചമുളകും ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതൊരു സൈസ് കാന്താരിയാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരികളൊക്കെ കിട്ടാറുണ്ട്. ഇത് വേറൊരു ഇനം, എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിനകത്തും നല്ല കാന്താരിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നോക്കിയപ്പോൾ പനിക്കൂർക്ക കണ്ടത്. അപ്പോൾ പനിക്കൂർക്കയും കൂടെ കിട്ടിയാലോ. പനിക്കൂർക്ക ഉണ്ട്. പിന്നെ ഇത് ഇച്ചിരി നീളമുള്ളൊരു പച്ചമുളകാണ്, നല്ല എരിവുള്ള നീളമുള്ള പച്ചമുളകായി കാണുന്ന. പിന്നെ ഇതിൻ്റെ പേരറിയാമോ നിങ്ങൾക്ക്? ഇതിൻ്റെ പേര് നമ്മളിവിടെ ഒടിച്ചുകൂത്തി ചീര എന്ന് പറയും, അല്ലെങ്കിൽ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇത് കണ്ണിനൊക്കെ കാഴ്ചയ്ക്കൊക്കെ നല്ല ഗുണമുള്ളൊരു ചീരയാണ് കേട്ടോ. അതൊക്കെ തോരൻ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതും ഒരു പച്ചമുളകാണ്. ഇത് കണ്ടോ, ഇതാ ഒടിച്ചുകുത്തി ചീര. അമ്മ വേറെ നട്ടതാണ്, അതിൽ നിന്ന് ഒടിച്ചെടുത്ത് കുത്തുന്നതിനാണ് ഒടിച്ചുകുത്തി ചീര എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേര് ഞങ്ങളിവിടെ സാമ്പാർ ചീര എന്ന് പറയും. ഇത് സാമ്പാറിനകത്ത് ഉപയോഗിക്കും. പിന്നെ തോരനൊക്കെ വെച്ച് കൂട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് നമ്മുടെ സാധാ കാന്താരി, ചെറിയ കാന്താരിയില്ലേ, അതാണ് നിൽക്കുന്നത്. ആ കവറിലെല്ലാം നട്ടുപിടിപ്പിച്ചേക്കുന്ന എല്ലാം കാന്താരിയാണ്. അതും ഒരു പച്ചമുളകാണ്. ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കിട്ടുന്ന ബുള്ളറ്റ് പച്ചമുളക് എന്ന് പറയും, അതാണ് ഈ കാണുന്നത്. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളന്ന് ക്ഷമിക്കണം. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ പരിഹരിച്ച് നല്ല രീതിക്ക് വീഡിയോ ഇടാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പച്ചമുളകും കാന്താരിയും ഒക്കെ ഉള്ളത്. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ ഒരു കറ്റാർ വാഴ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ അങ്ങ് എടുത്തേക്കാമെന്ന് വെച്ചു. അതുകൊണ്ടാട്ടോ അതുകൂടെ എടുത്തത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് കണ്ണാശ്രീ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.